ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം? ഓപ്ഷൻ സി ധാക്ക. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്ക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരായിരുന്നു? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരായിരുന്നു? കഴ്സൺ പ്രഭു. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി 1, 3. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? ഓപ്ഷൻ സി 1, 4. ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? കെ കേളപ്പൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം? ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി വക്കം അബ്ദുൽ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി? ഓപ്ഷൻ സി ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ.
2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം? ഓപ്ഷൻ എ സ്പെയിന്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ഓപ്ഷൻ ബി വി പി മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? വി പി മേനോൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ കാർഷിക മേഖല. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖല. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര്? സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര്? സഞ്ജയ് മൽഹോത്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? ഓപ്ഷൻ ഡി കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? കാറക്കോറം. ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ ബി കബനി. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കബനി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ ബി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ഓപ്ഷൻ സി വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ചാലക്കുടി പുഴ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ബി പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടുംചോല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ബി എം ബി രാജേഷ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? ഓപ്ഷൻ എ മംഗളവനം. കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം?
ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? ഓപ്ഷൻ എ മീനങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? മീനങ്ങാടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? ഓപ്ഷൻ ഡി കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതി രചിച്ചത് ആര്? ശ്രീകുമാരൻ തമ്പി. 2024 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലിനാണ്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി തപോമയുടെ അച്ഛൻ. അതും കൂടെ ഓർത്ത് വെച്ചോണം. 2024 25 വയലാർ അവാർഡ്. ഒന്നുകൂടെ പറയാം. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ഓപ്ഷൻ ഡി ജൂലൈ 14, 2023. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14, 2023. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ കുടുംബശ്രീ. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം? ഓപ്ഷൻ ബി കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ സി ഗുജറാത്ത്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്. താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 3, 4 ശരി. ശരിയായ പ്രസ്താവനകൾ: പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. വിക്ഷേപണ വാഹനം LV Mark 3. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ: പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. വിക്ഷേപണ വാഹനം LV Mark 3. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പിണറായി വിജയൻ. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ? ഓപ്ഷൻ എ എൻ്റെ വഴിത്തിരിവ്. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എൻ്റെ വഴിത്തിരിവ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 1 ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ? ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 1 ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആഡം സ്മിത്ത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട്
താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എല്ലാം ശരി. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ കരൾ. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരൾ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ക്വാഷിയോർക്കർ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഓപ്ഷൻ സി ലക്ഷഗംഗ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആശാധാര. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശാധാര. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. വിവിധയിനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ സി 5. വിവിധയിനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? 5. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2. ഇരുമ്പ് ക്രയോലൈറ്റ്. തന്നിട്ടുള്ള ജോഡികളിൽ ശരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നവയാണ് അലൂമിനിയം ബോക്സൈറ്റ്, സിങ്ക് കലാമിൻ, കോപ്പർ കുപ്രൈറ്റ്. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3, 4. ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ 1 and 2. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന്? ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന്?
2023 സെപ്റ്റംബർ 2. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ സി നോർവേ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം? ഓപ്ഷൻ ഡി കരൾ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം കരൾ. മലമ്പനിക്ക് കാരണമായ രോഗകാരി? ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ? ഓപ്ഷൻ സി CT സ്കാൻ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ CT സ്കാൻ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം? ഓപ്ഷൻ സി ജൂൺ 7. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ തൃശ്ശൂർ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്? ഓപ്ഷൻ സി തൊണ്ടമുള്ള്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് തൊണ്ടമുള്ള്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ? ഓപ്ഷൻ എ സർക്കോമ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി? ഓപ്ഷൻ സി നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി നിരാമയ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി 2008. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി കൊറോണ വൈറസ്. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി? ഓപ്ഷൻ സി സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി സശ്രദ്ധം. ലോക ജന്തുരോഗ ദിനം? ഓപ്ഷൻ എ ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി? JP നദ്ദയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ. ജയപ്രകാശ് നദ്ദ. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.